ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താണ് പറയുന്നതെന്നും ആരെയാണ് പറയുന്നതെന്നും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പറയുമ്പോഴേ എല്ലാം പറയണം. വേലക്കാരി വീട്ടുകാരി ആയത് എങ്ങനാ? നീ എവിടെ പോയതായിരുന്നു? ഞങ്ങള് പുറത്തേക്ക്. ഞാൻ ചോദിച്ചത് നിന്നോടാ. നിന്നോട് ചോദിച്ചാ നീ ഉത്തരം പറയണം. അതമ്മേ, ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാൻ പുറത്തോട്ട് പോയതാ. ഈ പാതിരാത്രിയിലോ? അതോ പകല് പോയിട്ട് രാത്രി തിരിച്ചു വന്നതാണോ? ഏയ്, നീ പോ. ഒരേ കാര്യം 2 തവണ പറയുന്നത് എനിക്കിഷ്ടമല്ല. രണ്ടാമത് പറയിപ്പിക്കുന്നതും എനിക്കിഷ്ടമല്ല. ആവർത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും നീ ആവർത്തിച്ചാൽ അതിന് 2 അർത്ഥമുണ്ട്. 1, നീ എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ല. 2, അമ്മയെയും അമ്മയുടെ വാക്കുകൾക്കും മുകളിൽ ഈ വീട്ടിലെ വേലക്കാരി നിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് 2-ലേതായാലും നാണക്കേട് നിന്റെ ഈ അമ്മയ്ക്ക് തന്നെയാ. ഇനി നീ മറന്നാലും അവള് മറക്കാതിരിക്കാനാ ജോലിക്കാരുടെ മുന്നിൽ വെച്ച് നിന്നെ തല്ലിയത്. അമ്മേ, ഞങ്ങൾ തമ്മിൽ വേറൊന്നുമില്ല. നിന്റെ മനസ്സിൽ കാണില്ല, പക്ഷേ അവളുടെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ഇന്നിവിടെ നിന്റെ ഏട്ടന്റെ വിവാഹത്തെ പറ്റിയുള്ള ചർച്ചയായിരുന്നു. നീ ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. നീ അറിഞ്ഞതുപോലുമില്ല. ഇതുപോലൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മുന്നിൽ നിന്ന് നടത്താനുള്ളത് നീയല്ലേ? നിനക്ക് സ്നേഹിക്കാം, അത് നിന്റെ വ്യക്തിപരമായ കാര്യം. അതില് ഞാൻ ഇടപെടുന്നില്ല. ഞാൻ പറയുന്നത് ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമോ. നിന്റെ ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നത് രാജകുടുംബത്തിലെ അംഗമായ കാർത്തിക തമ്പുരാട്ടിയുടെ മകളെയാ. നീ സമയം ചെലവഴിക്കുന്നത് ഈ വീട്ടിലെ അടുക്കളക്കാരി സീതയുടെ മകളോടൊപ്പമാണ്. അതാ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം. നാട്ടിലൊരു ചൊല്ലുണ്ട്, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. അതിലാദ്യത്തെ 2 നടന്നു കഴിഞ്ഞു. ഇനി 3-ാമത്തേത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നീ. എന്ത് കാരണം കൊണ്ടാലും നീ എന്തിനാ അവനെ തല്ലാൻ പോയത്? അവൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ഈ നിസ്സാര കാര്യത്തിന് തല്ലുവെന്നൊക്കെ പറഞ്ഞ? രാവിലെ അടുക്കള ജോലിക്ക് ഇവിടെ നിന്ന അവളെയും വിളിച്ചുകൊണ്ട് അവൻ പോകുന്നു. വൈകുന്നേരം തിരിച്ചു വരുന്നു. 7 മണിക്കൂർ അവര് 2 പേരും എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല.
ഒരു സ്ഥലം വരെ എന്നല്ലാതെ അവൻ വേറൊന്നും പറയുന്നുമില്ല. സ്ഥലത്തിനെന്താ പേരില്ലേ? ഇതിനൊക്കെയാണ് നിങ്ങളൊക്കെ നിസാരം എന്ന് പറയുന്നത്. ഞാൻ വളർത്തുന്ന എന്റെ മകന്റെ കൂടെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇന്നവള് ഈ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങിയെങ്കിൽ നാളെ അവള് എവിടെയായിരിക്കും കിടന്നുറങ്ങുകയെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു വേലക്കാരി കൂടി വീട്ടുകാരി ആവണ്ട. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനെ വളം വെച്ച് കൊടുത്തതാ ഞാനിപ്പോ ഈ അനുഭവിക്കുന്നതും. അവനോട് ഞാൻ പറഞ്ഞതാ അവന്റെ നിലയ്ക്കും വിലയ്ക്കുമുള്ള ഒന്നിനെ കൊണ്ടു നടക്കാൻ. അപ്പോ അവളുടെ തൊലിവെളുപ്പ് കണ്ട് അതിൽ മയങ്ങി അവളെയും കൊണ്ട് തെണ്ടാൻ നടക്കുന്നു. അതെങ്ങനെയാ? അതല്ലേ പാരമ്പര്യം. ചരിത്രം ആവർത്തിക്കുകയല്ലേ മോൻ. നിർത്ത് രമേ. നീ കുറെ നേരമായല്ലോ മുന വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്താണ് പറയുന്നതെന്നും ആരെയാണ് പറയുന്നതെന്നും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പറയുമ്പോഴേ എല്ലാം പറയണം. വേലക്കാരി വീട്ടുകാരി ആയത് എങ്ങനാ? എന്താ നീ അതുമാത്രം പറയാതെ ബാക്കിയുള്ളതെല്ലാം പറയുന്നത്? നിനക്ക് എങ്ങനെ പറയാൻ പറ്റും മഹിയും ചിന്നു അങ്ങനെയാണെന്നോ? അവരുടെ മനസ്സിൽ പോലും തോന്നാത്തൊരു കാര്യം നീ ആയിട്ട് പറഞ്ഞുണ്ടാക്കരുത്. പറയുന്നതേ ഇവിടുത്തെ കുഞ്ഞിനെ കുറിച്ചാണെന്നുള്ളൊരു ബോധം. ആദ്യം അമ്മയെന്ന് നാഴികയ്ക്ക് 40 വട്ടവും വിളിച്ചു പറയുന്ന നീ മനസ്സിലാക്കണം. നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് അവനെ തല്ലുകയും ചിന്നുവിനെ കരയിക്കുകയും ഒക്കെ ചെയ്യുന്നതേ കുട്ടികളെ വാശി പിടിപ്പിച്ച് നീ ആയിട്ട് അവസാനം അങ്ങനെ ഒരു ബന്ധത്തിൽ അവരെ കൊണ്ട് എത്തിക്കരുത്. പറഞ്ഞേക്കാം. നിനക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നീ നിന്റെ മോനെ ഉപദേശിച്ച് ശരിയാക്കണം. അല്ലാതെ തല്ലിപ്പഠിപ്പിക്കേണ്ട പ്രായം ഒന്നും അല്ല അവന്. എല്ലാവരും അത് മനസ്സിലാക്കിയാ കൊള്ളാം. 2 കുടുംബത്തിൽ ചെന്ന് കയറേണ്ട കുട്ടികളാ അവര്. ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കി അമ്മ തന്നെ അവന്റെ ജീവിതം കളയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ചന്ദ്രലേഖ എന്ത് കണ്ടു നിൽക്കുക? ഇനി ഇവിടെ നിന്ന് മുന വെച്ച് സംസാരം കേൾക്കാനാണോ? നീ അകത്തു പോ. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. ജയനകത്തു പോ.